നിങ്ങൾ ഏതു മേഖലയിലാണോ ഒരു സംരക്ഷണമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇവിടെ ചെയ്യേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ. വിശുദ്ധ കുർബാന നിങ്ങൾ സ്വീകരിച്ചിട്ട് ദേവാലയത്തിൽ പോയി കുമ്പസാരിച്ച് പരിശുദ്ധ കുർബാന നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ചെന്നിട്ട് അന്നാമൾ ഉണ്ടെങ്കിൽ അന്നാമൾ എടുക്കുക, ഇല്ലേലും കുഴപ്പമില്ല. നിങ്ങളുടെ കൈ നിങ്ങളുടെ ഭവനത്തിന്റെ മീതെ നീട്ടിയിട്ട് ഈ ഭവനത്തിനെതിരെ കടന്നു വരുന്ന, ഈ ഭവനത്തിൽ വസിക്കുന്ന എന്റെ ജീവിത പങ്കാളി, എന്റെ കുഞ്ഞുങ്ങള്, എന്റെ തലമുറകള്, ഇനി ഈ ഭവനത്തിൽ വസിക്കാനിരിക്കുന്ന സകല മക്കളുടെ മേലും പിശാച് കണ്ണുവെച്ചിരിക്കുന്ന സംഹാരദൂതന്റെ ദൃഷ്ടിയെ യേശുവിന്റെ രക്തം കൊണ്ട്, കുഞ്ഞാടിന്റെ രക്തം കൊണ്ട്, നമുക്കായി കാൽവരിയുടെ നെറുകയിൽ അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് നമുക്കായി ബലിയായി തീർന്ന അവന്റെ രക്തം കൊണ്ട് മുദ്ര ചെയ്യണം. ഈശോയെ, നിന്റെ രക്തം കൊണ്ട് എന്റെ ഭവനത്തെ ഞാൻ മുദ്ര ചെയ്യുന്നു. എന്റെ ഭവനത്തിന്റെ വാതിൽ പടിയെ, കട്ടിലെ പടിയെ, ഈ ഭവനത്തെ, ഈ ഭവനാംഗങ്ങളെ യേശുവെ നിന്റെ രക്തം കൊണ്ട് ഞാൻ മുദ്ര ചെയ്യുന്നു എന്ന് വിശ്വാസത്തിൽ പ്രഖ്യാപിക്കണം. ഈ വിശ്വാസ പ്രഖ്യാപനം ഇല്ലാത്തത് കൊണ്ടാണ് ഈ സംഹാരദൂതൻ ഇങ്ങനെ നമ്മുടെ കുടുംബങ്ങളിൽ കിടന്ന് താണ്ഡവം ആടിക്കൊണ്ടിരിക്കും. ചില കുടുംബങ്ങളെയൊക്കെ ഇങ്ങനെ അടിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ചില കുടുംബ ബന്ധങ്ങളിലൊക്കെ പിശാച് കയറി ഇറങ്ങി നരകമാക്കിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഏതു മേഖലയിലാണോ ഒരു സംരക്ഷണമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നു?